പ്രിയമുള്ളവരെ, പറവൂർ പട്ടണത്തിൻ്റെ മണ്ണിൽ നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്വപ്നങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒരു സർഗവേദിയായി 100% വിജയത്തിളക്കത്തോടെ ഒരു സമൂഹത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിക്കൊണ്ട് സെയിൻറ് അലോഷ്യസ് വിദ്യാലയം ജൈത്രയാത്ര തുടരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പറവൂർ കൊട്ടക്കാവ് സെയിൻറ് തോമസ് ദേവാലയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സെയിൻറ് അലോഷ്യസ് വിദ്യാലയം പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് മുൻപേ അധ്വാനിച്ച് കടന്നുപോയ ബഹുമാനപ്പെട്ട മാനേജർമാർ, പ്രധാന അധ്യാപകർ, അനധ്യാപകർ എന്നിവരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ തോമസ് നങ്ങേലിമാലിൽ, അസിസ്റ്റന്റ് മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് പാലാട്ടി, നമ്മോടൊപ്പം നടന്ന് പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും നൽകി നമ്മെ വളർത്തുന്ന റവറൻഡ് ഫാദർ ജെയിംസ് പേരേപ്പാടൻ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. പ്രധാന അധ്യാപകൻ ശ്രീ സുനിൽ സാറിന്റെ നേതൃത്വത്തിൽ 37 അധ്യാപകരും 5 ഓഫീസ് സ്റ്റാഫും അർപ്പണബോധത്തോടെ സേവനമനുഷ്ഠിക്കുന്നു. 5 മുതൽ 10 വരെ 26 ഡിവിഷനുകളിലായി 879 കുട്ടികൾ ഇവിടെ വിദ്യ അഭ്യസിക്കുന്നു. അനേക വർഷത്തെ നിസ്തുലമായ സേവനത്തിന് ശേഷം ഈ വർഷം ഔദ്യോഗികമായി വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഹെഡ് മാസ്റ്റർ ശ്രീ സുനിൽ PR, ശ്രീമതി സിസിലി KA, ശ്രീമതി റോസ്മി PI എന്നീ അധ്യാപകർക്ക് സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകുകയാണ്. ശ്രീ സണ്ണി T വർഗീസ് PTA പ്രസിഡന്റായും ശ്രീമതി റിയ ജിജോ മാതൃസംഘം ചെയർപേഴ്സണായും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന PTA നമ്മുടെ വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണയേകുന്നു. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുമാരി അസ്ലഹ MS സ്കൂൾ ലീഡറായും കുമാരി മൻഹ സൈനബ് അസിസ്റ്റന്റ് ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ സ്റ്റാഫ് സെക്രട്ടറിമാരായി ശ്രീമതി ജോമിയ K, ശ്രീമതി സുമ റാഫേൽ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. 2024-25 അധ്യയന വർഷം SSLC പരീക്ഷയിൽ 34 ഫുൾ A+ഉം 5 9 A+ഉം കരസ്ഥമാക്കി സെയിൻറ് അലോഷ്യസിന്റെ യശസ് ഉയർത്തിയ ഞങ്ങളുടെ പ്രിയ കുട്ടികളെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ വിജയം കരസ്ഥമാക്കുവാൻ സഹകരിച്ച മാനേജ്മെന്റ്, PTA, അധ്യാപകർ, മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, അഭിനന്ദനങ്ങൾ. ഫുൾ A+ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകർ വീടുകളിലെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. 2024-25 അധ്യയന വർഷത്തെ NMMS പരീക്ഷയിൽ വിജയികളായ കുമാരി സാനിയ മാർട്ടിൻ, കുമാരി മേരി സാനിയ മെൻഡസ് എന്നിവർക്ക് വിദ്യാലയത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ. USS പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച നമ്മുടെ അഭിമാന താരങ്ങളായ അഭിമന്യു S, ഐഷത്തുൽ മിസ്രിയ, ആദ്യ രാജീവ്, അയോണ ബിജു, ദേവാമൃത്, ലക്ഷ്മി സൂരജ്, മാളവിക മഹേഷ് ലാൽ, നൈസ EV, ശ്രീകാന്ത് NP, തീർത്ഥ VR, വിനയ EV എന്നീ മിടുക്കർക്ക് അഭിനന്ദനങ്ങൾ. 2024-25 അധ്യയന വർഷത്തെ സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ദേവിക KD, അനീറ്റ തോമസ്, ആര്യലക്ഷ്മി TR എന്നിവർക്ക് അഭിനന്ദനങ്ങൾ. നാഷണൽ ലെവൽ അബാക്കസ് ടെസ്റ്റ് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ജോസ്വിൻ ആന്റണി ജോജോ, സംസ്ഥാനതല കിക്ക് ബോക്സിംഗിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നിരഞ്ജന ലക്ഷ്മി എന്നിവർക്ക് വിദ്യാലയത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ. നോർത്ത് പറവൂർ ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ ഹൈസ്കൂൾ വിഭാഗം കോക്കനട്ട് ഷെൽ പ്രോഡക്റ്റ് ഫസ്റ്റ് A ഗ്രേഡ് നിവേദിത KP, മെറ്റൽ ആൻഡ് ഗ്രാവിംഗ് ഫസ്റ്റ് A ഗ്രേഡ് അമേയ B ജാൻവി, ഫാബ്രിക് പെയിന്റ് യൂസിംഗ് വെജിറ്റബിൾ സെക്കൻഡ് A ഗ്രേഡ് അതുല്യ ബിജു, ഇന്നോവേറ്റീവ് വർക്കിംഗ് മോഡൽ സെക്കൻഡ് A ഗ്രേഡ് അഫ്ഷാൻ മുഹമ്മദ് TJ, UP വിഭാഗം വെജിറ്റബിൾ പ്രിന്റിംഗ് ഫസ്റ്റ് A ഗ്രേഡ് ഗൗരി നന്ദ PS, ബീഡ്സ് വർക്ക് ഫസ്റ്റ് A ഗ്രേഡ് ഐഷ പർവീൻ MS, കോക്കനട്ട് ഷെൽ പ്രോഡക്റ്റ് സെക്കൻഡ് A ഗ്രേഡ് നിവേദ് KP, ബുക്ക് ബൈൻഡിംഗ് സെക്കൻഡ് A ഗ്രേഡ് ആര്യേഷ് കൃഷ്ണ എന്നീ മിടുക്കർക്ക് വിദ്യാലയത്തിൻ്റെ അഭിനന്ദനങ്ങൾ. ഉപജില്ലാ ഗണിതശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡൽ ഫസ്റ്റ് A ഗ്രേഡ് ആൽജിൻ CV, മാത്സ് അതർ ചാർട്ട് സെക്കൻഡ് A ഗ്രേഡ് സാനിയ മാർട്ടിൻ, സയൻസ് സ്റ്റിൽ മോഡൽ സെക്കൻഡ് A ഗ്രേഡ് വിനയ EV ആൻഡ് ജോയൽ ഷൈൻ, സോഷ്യൽ സയൻസ് വർക്കിംഗ് മോഡൽ സെക്കൻഡ് A ഗ്രേഡ് കെവിൻ ദിലീപ് മാത്യു ആൻഡ് സൽമാൻ ഫാറൂഖ് എന്നീ മിടുക്കർക്ക് അഭിനന്ദനങ്ങൾ.
ഉപജില്ലാ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം വയലിൻ പൗരസ്ത്യം ഫസ്റ്റ് എ ഗ്രേഡ് അമേയ ബി ജാൻവി, ഇംഗ്ലീഷ് കഥാരചന സെക്കൻഡ് എ ഗ്രേഡ് സേറ വർഗീസ്, UP വിഭാഗം പ്രസംഗം മലയാളം ഫസ്റ്റ് എ ഗ്രേഡ് നില സുബ്രഹ്മണ്യം, മലയാളം കഥാരചന ഫസ്റ്റ് എ ഗ്രേഡ് അമേലിയ മരിയ ജോൺ, അറബിക് കലോത്സവം ഹൈസ്കൂൾ വിഭാഗം പദ്യം ചൊല്ലൽ ഫസ്റ്റ് എ ഗ്രേഡ് നദ നവാസ്, ഗാനം ബോയ്സ് ഫസ്റ്റ് എ ഗ്രേഡ് ഉമറുൽ ഫാറൂഖ്, സ്പീച്ച് ഫസ്റ്റ് എ ഗ്രേഡ് ഹനാൻ ഫാത്തിമ KA, ക്വിസ് ഫസ്റ്റ് എ ഗ്രേഡ് ജഹാന ഫർഹത്ത്, ഗാനം സെക്കൻഡ് എ ഗ്രേഡ് സാലിഹ മെഹ്ബിൻ, മോണോ ആക്ട് സെക്കൻഡ് എ ഗ്രേഡ് ആഫിയ ഫാത്തിമ, ഉപന്യാസം സെക്കൻഡ് എ ഗ്രേഡ് ആസിയ ഇസ്ര, നിഘണ്ടു നിർമ്മാണം സെക്കൻഡ് എ ഗ്രേഡ് അംന ഫൈസൽ, സംഭാഷണം സെക്കൻഡ് എ ഗ്രേഡ് സന ഫാത്തിമ ആൻഡ് മറിയം ഫാസിൽ, ഗ്രൂപ്പ് സോങ് സെക്കൻഡ് എ ഗ്രേഡ് സാലിഹ് ആൻഡ് പാർട്ടി, അക്ഷരശ്ലോകം സെക്കൻഡ് എ ഗ്രേഡ് ജുമാന ഹസീം, കഥാരചന സെക്കൻഡ് പ്രൈസ് അഫ്ഷാൻ മുഹമ്മദ്. UP വിഭാഗം ഖുറാൻ പാരായണം ഫസ്റ്റ് എ ഗ്രേഡ് അൽ അസീം MA, ഗദ്യവായന ആൻഡ് അറബിക് സ്പീച്ച് ഫസ്റ്റ് എ ഗ്രേഡ് മൻഹ സൈനബ് VB, പദപ്പയറ്റ് ഫസ്റ്റ് എ ഗ്രേഡ് മുഹമ്മദ് അമീൻ എന്നീ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് പരിശ്രമിച്ച് നമ്മുടെ വിദ്യാലയത്തെ അറബി കലോത്സവത്തിൻ്റെ ഫസ്റ്റ് റണ്ണറപ്പ് പൊസിഷനിലേക്ക് എത്തിച്ചു എന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കട്ടെ. സംസ്കൃത കലോത്സവത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും തിളക്കമാർന്ന വിജയം നേടുകയും ചെയ്തു. UP വിഭാഗം സംസ്കൃതം പദ്യം ചൊല്ലൽ ഫസ്റ്റ് എ ഗ്രേഡ് അവനീഷ് ബി മാധവ്, സംസ്കൃതഗാനം സെക്കൻഡ് എ ഗ്രേഡ് അഭിറാം KA എന്നീ മിടുക്കർക്ക് അഭിനന്ദനങ്ങൾ. ഈ വർഷത്തെ കായിക പരിശീലനം മെയ് മാസം അവധിക്കാല ക്യാമ്പോടുകൂടി ആരംഭിച്ചു. ബാസ്കറ്റ്ബോൾ, ഖോ-ഖോ, ഫുട്ബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പരിശീലനം നടത്തിവരുന്നു. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ തല കായികമേള സെപ്റ്റംബർ 11 സംഘടിപ്പിച്ചു. കുട്ടികളെ 4 ഹൗസുകളിലാക്കി തിരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഉപജില്ലാ കായികമേളയിലേക്ക് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുകയും ചെയ്തു. നോർത്ത് പറവൂർ സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റ് UP കിഡീസ് ഗേൾസ് ഹൈ ജംപ് സെക്കൻഡ് ഫൈഹ ഫാത്തിമ, UP കിഡീസ് ഗേൾസ് ലോങ് ജംപ് സെക്കൻഡ് സഫ ഫാത്തിമ, സബ് ജൂനിയർ ഗേൾസ് ഷോട്ട് പുട്ട് ആൻഡ് ഡിസ്കസ് ത്രോ ഫസ്റ്റ് ദിയ ഗ്രേസ് സജി, ജൂനിയർ ബോയ്സ് ലോങ് ജംപ് അദ്വൈത് AR, ജൂനിയർ ബോയ്സ് ഹൈ ജംപ് ആൻഡ് ട്രിപ്പിൾ ജംപ് വിൻസ്റ്റൺ റോയ്, ജൂനിയർ ഗേൾസ് 800 മീറ്റർ റേസ് സെക്കൻഡ് അനന്യ AM, ജൂനിയർ ഗേൾസ് 3 കിലോമീറ്റർ വോക്ക് ഫസ്റ്റ് അഞ്ജു കൃഷ്ണ, ഖോ-ഖോ ജൂനിയർ ഗേൾസ്, ഫുട്ബോൾ ജൂനിയർ ബോയ്സ്, ബാസ്കറ്റ്ബോൾ സബ് ജൂനിയർ ബോയ്സ്, ബാഡ്മിൻ്റൺ സബ് ജൂനിയർ ആൻഡ് ജൂനിയർ ബോയ്സ് എന്നീ ഇനങ്ങളിൽ ഉപജില്ലാതലത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ എല്ലാ കൊച്ചുമിടുക്കർക്കും അഭിനന്ദനങ്ങൾ. ജില്ലാ കായികമേളയിൽ പറവൂർ ടീമിൽ നമ്മുടെ 4 കുട്ടികൾ ഇടം നേടുകയും അവർ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. UP കിഡീസ് ഗേൾസ് റിലേ സെക്കൻഡ് പ്ലേസ് കരസ്ഥമാക്കിയ ശ്രേയ MM, അനുശ്രീ AR, സഫ ഫാത്തിമ TB, എലിസബത്ത് ഇവാഞ്ചൽ റോച്ച, ഫൈഹ ഫാത്തിമ ആൻഡ് മേരി അലോണ എന്നീ മിടുക്കർക്ക് അഭിനന്ദനങ്ങൾ. 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോട് നടത്തപ്പെട്ടു. വാർഡ് കൗൺസിലർ ശ്രീ MK ബാനർജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് പുതിയടത്ത് അധ്യക്ഷനായിരുന്നു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. മധുര പലഹാര വിതരണം, പഠനോപകരണങ്ങളുടെ വിതരണം എന്നിവ നടത്തപ്പെട്ടു. വർണ്ണാഭമായ പരിപാടികളോടെ നവാഗതരെ സ്വീകരിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ജൂൺ 5 പരിസ്ഥിതി ദിനാചരണം നടത്തപ്പെട്ടു. കർഷകശ്രീ അവാർഡ് കരസ്ഥമാക്കിയ മുൻ അധ്യാപിക റാണി ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. ചർച്ച് ട്രസ്റ്റി ശ്രീ ബിനോയ് ആൻഡ്രൂസ് റാമ്പിക്കൽ, ഹെഡ്മാസ്റ്റർ ശ്രീ PR സുനിൽ എന്നിവർ സന്ദേശം നൽകുകയും വിദ്യാലയ വളപ്പിൽ വൃക്ഷത്തൈകൾ, ബന്ധിത്തൈകൾ എന്നിവ നടുകയും ചെയ്തു. വായനയുടെ വാതായനങ്ങൾ മലയാളിക്ക് മുന്നിൽ തുറന്നു തന്ന ശ്രീ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 സെയിൻറ് അലോഷ്യസിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടത്തപ്പെട്ടു. വാർഡ് കൗൺസിലർ ശ്രീ MK ബാനർജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുമാരി ആൻസലീന ആൻസൺ മുഖ്യാതിഥിയായിരുന്നു. പുസ്തകരചനയെക്കുറിച്ച് ഏറെ ആകർഷകമായി ആൻസലീന കുട്ടികളോട് സംസാരിച്ചു. പുസ്തക പരിചയം, കവിതാ പാരായണം, പതിപ്പ്, വിവിധ മത്സരങ്ങൾ എന്നിവയാൽ സമ്പന്നമായിരുന്നു ഇത്തവണത്തെ വായനാ ദിനം. ജൂൺ 26 ലഹരിവിരുദ്ധ ദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെട്ടു. പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ MJ രാജു റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധ നേടി. പറവൂർ മേഖല JRCയുടെ നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് മികച്ച നിലവാരം പുലർത്തിയതും പ്രയോജനപ്രദവുമായിരുന്നു. ഇന്റർനാഷണൽ യോഗ ഡേയോടനുബന്ധിച്ച് ദിനാചരണം നടത്തി. യോഗ ഇൻസ്ട്രക്ടർ ശ്രീമതി സൗമ്യ MS ക്ലാസുകൾ നയിച്ചു.
വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ജൂൺ 26 നടത്തപ്പെട്ടു. വാർഡ് കൗൺസിലർ ശ്രീ MK ബാനർജി, സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് പുതിയേടത്ത്, ഫ്ലവേഴ്സ് ചാനൽ ഫെയിം ശ്രീ രാഹുൽ മോഹൻ, പറവൂർ AEO ശ്രീമതി നിഖില ശശി എന്നിവരുടെ മഹനീയ സാന്നിധ്യം ദിനാചരണത്തെ കൂടുതൽ മികവുറ്റതാക്കി. വിവിധ ക്ലബ് ലീഡർമാരെ സ്ലാഷ് അണിയിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ ദിനത്തെ കൂടുതൽ വർണ്ണാഭമാക്കി. സെയിൻറ് അലോഷ്യസ് ദിനം സമുചിതമായി ആഘോഷിച്ചു. വിദ്യാലയ വെഞ്ചരിപ്പ്, ദിവ്യബലി എന്നിവയിൽ എല്ലാവരുടെയും സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. മുൻ അധ്യാപക അനധ്യാപകരുടെ സാന്നിധ്യം ദിനാചരണത്തിന് കൂടുതൽ മിഴിവേകി. റവറൻഡ് ഫാദർ ജോസ് പുതിയേടത്തിന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പറവൂർ നഗരസഭ നടത്തിയ റാലിയിൽ നമ്മുടെ വിദ്യാലയത്തിന് 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ അറിയിക്കട്ടെ. ബന്ദിപ്പൂക്കൾ, പച്ചക്കറി എന്നിവയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ശ്രീ MK ബാനർജി നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീ സണ്ണി T വർഗീസ്, ഹെഡ്മാസ്റ്റർ ശ്രീ PR സുനിൽ എന്നിവർ നേതൃത്വം നൽകി. ജൂലൈ 21 ചാന്ദ്രദിനം വൈവിധ്യമാർന്ന പരിപാടികളോട് നടത്തപ്പെട്ടു. മോഡലുകളുടെ പ്രദർശനം, വീഡിയോ പ്രദർശനം, വിവിധ മത്സരങ്ങൾ എന്നിവ ദിനത്തെ കൂടുതൽ മനോഹരമാക്കി. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കാനുതകുന്ന പ്രവർത്തനങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് ഹിന്ദി ദിവസ് ആഘോഷിച്ചു. ധ്വനി 2025 എന്ന പേരിലുള്ള സ്കൂൾ കലോത്സവം, കരവിരുതിൻ്റെ മാന്ത്രിക സ്പർശത്താൽ മികവാർന്ന പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള എന്നിവ ഏറെ ഭംഗിയായി നടത്തപ്പെട്ടു. ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശിശുദിനത്തോടനുബന്ധിച്ച് UP വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച സാലഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും വ്യത്യസ്തമാർന്ന വിഭവങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. ഓണം, ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങളും തനതായ പ്രാധാന്യത്തോടെ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. ഫസ്റ്റ് ടെർമിനൽ എക്സാമിന് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. റോട്ടറി ക്ലബിൻ്റെ സഹകരണത്തോടെ നെടുമ്പാശ്ശേരിയിലുള്ള കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവ് കാണുവാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം ലഭിച്ചു. നേവി നിയന്ത്രിക്കുന്ന ഹെലികോപ്റ്റർ കാണുവാനും ആധുനിക സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് ലഭിച്ച ഒരു സുവർണ അവസരമായിരുന്നു ഇത്. PTA പ്രസിഡന്റ് ശ്രീ സണ്ണി T വർഗീസ് കുട്ടികൾക്കായി നടത്തിയ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് പ്രയോജനപ്രദമായിരുന്നു. വേൾഡ് സ്നേക്ക് ഡേയോടനുബന്ധിച്ച് നടത്തിയ സ്നേക്സ് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പുത്തനറിവുകൾ സമ്മാനിക്കുന്നതായിരുന്നു. UP വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് വളരെ പ്രയോജനപ്രദമായിരുന്നു. ജൂലൈ 16 മലയാള മനോരമ നല്ല പാഠം പദ്ധതിയുടെയും ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ അമ്മമാർക്കായി നടത്തിയ ഡിജിറ്റൽ ബോധവൽക്കരണ ക്ലാസ് മികച്ച നിലവാരം പുലർത്തിയിരുന്നു. നോർത്ത് പറവൂർ BRCയുടെ നേതൃത്വത്തിൽ നടന്ന സംയോജിത കൃഷിരീതി എന്ന പ്രോജക്റ്റിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 6 കുട്ടികൾ പങ്കെടുത്തു. പറവൂർ ബ്ലോക്ക് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിനായി നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 8 കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബർ 9 ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലും പറവൂർ താലൂക്ക് ഹോസ്പിറ്റലും സംയുക്തമായി നമ്മുടെ വിദ്യാർത്ഥികൾക്കായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യക്തിത്വ വികസനത്തിനൊപ്പം അച്ചടക്കത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടന്നുവരുന്നു. 2024-25 അധ്യയന വർഷത്തെ SPC പാസിംഗ് ഔട്ട് പരേഡ് അഡീഷണൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ശ്രീ M കൃഷ്ണൻ സാർ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് നടത്തപ്പെട്ടു. ഓണം, ക്രിസ്മസ് അവധിക്കാലത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ജില്ലാ ക്യാമ്പിൽ നമ്മുടെ കേഡറ്റ്സ് പങ്കെടുക്കുകയും ചെയ്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റാലി, കൂട്ടയോട്ടം, ഫ്ലാഷ് മോബ്, മറ്റു വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. സഹപാഠിക്ക് ഒരു കൈത്താങ്ങ് എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി അർഹരായ വിദ്യാർത്ഥികൾക്ക് കിറ്റ് വിതരണം നടത്തിവരുന്നു. സേവനം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന JRC നമ്മുടെ വിദ്യാലയത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രവർത്തിക്കുന്നു. രാജ്യപുരസ്കാർ ടെസ്റ്റ് ക്യാമ്പിൽ നമ്മുടെ വിദ്യാലയത്തിലെ 5 ഗൈഡ്സ് പങ്കെടുത്തു. കേരള ഗവൺമെൻറ്റിൻ്റെ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് വളരെ മികച്ച രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ് എന്നീ മേഖലകളിൽ പരിശീലനം നൽകി വരുന്നു. ATL പ്രവർത്തനങ്ങൾ ജൂലൈ മാസത്തോടുകൂടി ആരംഭിച്ചു. മാസത്തിൽ 4 ക്ലാസുകൾ വീതം എടുത്തു വരുന്നു. വികസിത് ഭാരത് ബിൽഡത്തോൺ, YIP എന്നിവയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 5 ടീമുകൾ പങ്കെടുത്തു. സ്കൂൾ ഇന്നൊവേഷൻ മാരത്തോണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരുന്നു.
മേലൂർ സെയിൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന തിങ്കർ ഫെസ്റ്റിൽ UP-യിൽ നിന്നും ഒരു ടീം പങ്കെടുത്തു. വിശ്വാസം, പഠനം, സേവനം എന്നീ മുദ്രാവാക്യങ്ങളിൽ അടിയുറച്ചു മുന്നേറുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് KCSL പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടന്നുവരുന്നു. KCSL പറവൂർ മേഖലാ ഉദ്ഘാടനം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മേഖലാ സാഹിത്യ മത്സരത്തിൽ ഉപന്യാസ രചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ മേരി സാനിയ മെൻഡസ്, അതിരൂപതാ തലത്തിൽ നടന്ന മോണോആക്ട് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഏഞ്ചൽ തെരേസ്, KCSL ആന്ത്യത്തിന് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ കൊച്ചുഗായകർ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ. ഗിൽഡ് പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുവരുന്നു. 2024-25 അധ്യയന വർഷത്തിലെ ടാലന്റ് ഹണ്ട് പരീക്ഷയിൽ നമ്മുടെ 154 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ഈ വർഷം നടത്തിയ ടാലന്റ് ഹണ്ട് പരീക്ഷയിൽ നമ്മുടെ 102 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നോർത്ത് പറവൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ അഭിനയത്തിന് 1ാം സ്ഥാനം ലഭിച്ച ഏഞ്ചൽ തെരേസ, കഥാരചന 1ാം സ്ഥാനം ലഭിച്ച അമേലിയ മരിയ ജോൺ എന്നീ മിടുക്കർക്ക് അഭിനന്ദനങ്ങൾ. ടാറ്റ ബിൽഡിംഗ് ഇംഗ്ലീഷ് എസ്സേ കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ് ദിയ KS, സെക്കൻഡ് പ്രൈസ് നീത പെർവീൻ എന്നിവർക്ക് വിദ്യാലയത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം നേടാനുതകുന്ന ഇംഗ്ലീഷ് സ്കിറ്റ്, മോണോലോഗ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നടത്തുകയും മത്സരവേദികളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു വരുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ നാഷണൽ ലെവൽ ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആലുവ സെയിൻറ് മേരീസ് സ്കൂളിൽ വെച്ച് നടന്ന കോർപ്പറേറ്റ് ഏജൻസി സ്പോർട്സ് മീറ്റിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും UP കിഡീസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്തു. UP കിഡീസ് ഗേൾസ് 100 മീറ്റർ റേസ് ഫസ്റ്റ് പ്രൈസ് സഫ ഫാത്തിമ TB, കിഡീസ് ഗേൾസ് ലോങ് ജംപ് സെക്കൻഡ് പ്രൈസ് ഫൈഹ ഫാത്തിമ, സബ് ജൂനിയർ ബോയ്സ് ഷോട്ട് പുട്ട് സെക്കൻഡ് പ്രൈസ് ദേവാമൃത്, സബ് ജൂനിയർ ഗേൾസ് ഷോട്ട് പുട്ട് സെക്കൻഡ് പ്രൈസ് ദിയ ഗ്രേസ് അജി, കിഡീസ് ഗേൾസ് 100 മീറ്റർ റൈസ് സെക്കൻഡ് പ്രൈസ് എലിസബത്ത് ഇവാഞ്ചൽ റോച്ച, and kiddies 4x100 meter relay first place Safa Fatima, Shreya, Faiha and Elizabeth എന്നീ മിടുക്കർക്ക് വിദ്യാലയത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ. സ്കൂൾ ബസ് സർവീസ്, ന്യൂൺ മീൽ കമ്മിറ്റി, മോറൽ സയൻസ് ക്ലാസുകൾ, നൈറ്റ് കോച്ചിംഗ് ക്ലാസുകൾ എന്നിവ വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് സഹായകരമായ വിനോദയാത്രകൾ ഓരോ ക്ലാസ്സുകാർക്കുമായി പ്രത്യേകം സംഘടിപ്പിച്ചു വരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങളും മറ്റ് സമ്മാനിക്കുന്ന റോട്ടറി ക്ലബ് ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിലെ സ്കൂൾ ലൈബ്രറിയെ പുസ്തകങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി. റോട്ടറി ക്ലബിന് നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി ദിനപത്രം സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന കവിതാ ഗ്രൂപ്പിനെ നന്ദിയോടെ ഓർക്കുന്നു. ഈ വർഷം കോർപ്പറേറ്റ് ഏജൻസിയിൽ നിന്ന് ലഭിച്ച 3,80,000 രൂപ പെയിൻറ്റിംഗ്, ഫർണിച്ചർ, മറ്റ് അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി വിനിയോഗിച്ചു എന്ന കാര്യം സസന്തോഷം അറിയിക്കുന്നു. പ്രിയപ്പെട്ട സുനിൽ സർ, സിസിലി ടീച്ചർ, റോസ്മി ടീച്ചർ, നിങ്ങൾ ഓരോരുത്തരും ഈ വിദ്യാലയത്തിൻ്റെ സർവ്വതോത്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും തുടർന്നുള്ള ജീവിതം സന്തോഷപ്രദവും സമാധാനപൂർണവും പ്രവർത്തനനിരതവുമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി ആരംഭകാലം മുതൽ ഇന്നുവരെ നമ്മോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ച അഭ്യുദയകാംക്ഷികളെ നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. തുടർന്നും നമ്മുടെ ഈ വിദ്യാലയം ഉത്തരോത്തരം പുരോഗതിയിലേക്ക് കുതിക്കട്ടെ. ഈശ്വരൻ്റെ കൃപാകടാക്ഷം എന്നും നമ്മോടൊപ്പം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.